പ്രീതികർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇടയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ഇന്ത്യ ചരിത്രത്തില് സാമൂഹിക പരിഷ്കരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ ക്ലാസ്സിലൂടെ നമ്മൾ രാജാറാം മോഹൻ റോയിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന ആരംഭിച്ചത് രാജാറാം മോഹൻ റോയി ആയിരുന്നു. അതിന്റെ പേര് ആത്മീയ സഭ. ആത്മീയ സഭയിലൂടെ അദ്ദേഹം ലക്ഷ്യം വെച്ചത് സ്വതന്ത്ര ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കുക. അതിനുവേണ്ടി അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചു. ആ വിദ്യാഭ്യാസം നൽകി ജനങ്ങളെ വിദ്യാസമ്പന്നരാക്കി മാറ്റുകയും ആ വിദ്യാസമ്പന്നരായ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മറ്റൊരു സാമൂഹിക പരിഷ്കരണ സംഘടനയായ ബ്രഹ്മസമാജം ആരംഭിച്ച് അതിലൂടെ ഏക ദൈവവിശ്വാസവും ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കുവാനും ശ്രമിച്ചു. ആ ബ്രഹ്മസമാജമാണ് ഇന്ത്യയിലൊട്ടാകെ വ്യാപിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പഠിച്ചു, അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ പഠിച്ചു, അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന കുറച്ച് പേരുകൾ പഠിച്ചു. ആ പേരുകൾ ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം എന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, അദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിച്ചത് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോറാണ്, അല്ലെ? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് തന്നെ. മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് വിളിക്കാറുണ്ട്. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കാറുണ്ട്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവുമാർ തന്നെ രാജാറാം മോഹൻ റോയ് തന്നെ. ചെറിയൊരു വാക്ക് മാറിക്കഴിഞ്ഞാൽ ആൻസർ മാറും എന്നതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ അത് പറയുവാനായിട്ട് ശ്രമിക്കുക. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക് പോപ്പാണ്. നിങ്ങൾക്ക് അറിയാം, അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം അതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്നൊന്നുകൂടെ ആ ഒരു പേര് നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് ഇനി പഠിക്കുവാനുള്ളത് നമ്മുടെ ഈ ബ്രഹ്മസമാജം എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ചില സംഘടനകളെ കുറിച്ചാണ്. ബ്രഹ്മസമാജത്തെ ആശയങ്ങളെ അനുകൂലിച്ചവരുണ്ട്, എതിർത്തവരുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്നേ ദിവസം പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ഓക്കെ, യെസ്. ബ്രഹ്മസമാജം പ്രവർത്തിച്ചിരുന്ന അതേ കാലഘട്ടത്ത് പ്രവർത്തിച്ചിരുന്ന മറ്റ് സംഘടനകളിലേക്ക് പോകാം. തത്വബോധിനി സഭ. ഈ തത്വബോധിനി സഭ ആരംഭിക്കുന്നത് യഥാർത്ഥത്തില് രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. രാജാറാം മോഹൻ റോയിയുടെ ഒറ്റ സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന ദേവേന്ദ്രനാഥ ടാഗോറാണ് ഈ തത്വബോധിനി സഭ എന്ന സംഘടന ആരംഭിക്കുന്നത്. ഈ സംഘടനയോട് പ്രചരിപ്പിച്ചത് എന്താ? രാജാറാം മോഹനയുടെ ആശയങ്ങളാണ്. രാജാറാം മോഹനയുടെ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദൈവ വിശ്വാസമുണ്ട്, സ്വതന്ത്രചിന്ത പ്രോത്സാഹിപ്പിക്കുന്നതുണ്ട്, ഹിന്ദുമതത്തെ ശുദ്ധീകരണമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ മറക്കരുത്, തത്വബോധിനി സഭ ആരംഭിച്ചത് 1839. ഇതിന്റെ ആദ്യ പേര് തത്വ രഞ്ജിനി സഭ എന്നായിരുന്നു. എന്തായിരുന്നു? തത്വ രഞ്ജിനി സഭ. ഈ തത്വബോധിനി സഭയെ അതിലെ പ്രവർത്തകര് തത്വം, അതായത് ധർമ്മം അന്വേഷിക്കുന്നവരുടെ, ധർമ്മം എന്ന് പറയുമ്പോൾ സത്യത്തിന്റെ അടിസ്ഥാനം, അല്ലെ? സത്യം അന്വേഷിക്കുന്നവരുടെ കൂട്ടായ്മ എന്ന അർത്ഥത്തില് സത്യാന്വേഷികളുടെ സഭ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുകയും സമൂഹത്തെ പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്തുവാനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ രാജാറാം മോഹൻ റോയ് എങ്ങനെ പ്രചരിപ്പിച്ചോ, എങ്ങനെ പ്രവർത്തിച്ചോ, അതേ ആശയത്തിലൂടെ പ്രവർത്തിക്കുവാനാണ് ആരും പരിശ്രമിച്ചത്? തത്വബോധിനി സഭയിലെ അംഗങ്ങൾ. സ്ഥാപകൻ എന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ആസ്ഥാനം ബംഗാളായിരുന്നു. ലക്ഷ്യം ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, അതായത് രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് തന്നെ. ഈ തത്വബോധിനി സഭ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വിവരങ്ങൾ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മാസിക ആരംഭിച്ചു, തത്വബോധിനി പത്രിക. ഈ തത്വബോധിനി പത്രിക പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത് 1843. സാമ്യമുള്ള വാക്കാണ്, അപ്പൊ ഡൗട്ട് ഉണ്ടാവരുത്. തത്വബോധിനി സഭ എന്ന സംഘടന ആരംഭിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ 1839. തത്വബോധിനി പത്രിക എന്ന മാസിക ആരംഭിച്ചത് 1843. ആര് തന്നെ? ദേവേന്ദ്രനാഥ ടാഗോർ തന്നെ. ഈ തത്വബോധിനി പത്രിക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ?
തത്വബോധിനി പത്രികയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പറഞ്ഞേ, തത്വബോധിനി പത്രികയെ കുറിച്ച് എന്തറിയാം? ഈ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ മകനായിരുന്നു ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഈ തത്വബോധിനി പത്രിക ആരംഭിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ കാലശേഷം അത് ആരെ ഏറ്റെടുത്തു? രവീന്ദ്രനാഥ ടാഗോർ ഏറ്റെടുത്തു. രവീന്ദ്രനാഥ ടാഗോർ ഏറ്റെടുത്തു. ഈ രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്തു? 1911 ഇന്ത്യ സന്ദർശിച്ച ജോർജ് അഞ്ചാമനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗാനം എഴുതി. അതിന് നമ്മൾ ജനഗണമന എന്ന് വിളിച്ചു. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എല്ലാ ഭൂപ്രദേശങ്ങളെ കുറിച്ചും ഒരു കൃത്യമായ വിവരണമായിരുന്നു ആ ഗാനത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 വാർഷിക സമ്മേളനത്തിൽ, കൽക്കട്ട വാർഷിക സമ്മേളനത്തിൽ ഈ രവീന്ദ്രനാഥ് ടാഗോറെ രചിച്ച ജനഗണമന ആലപിച്ചത് സരളാദേവിയായിരുന്നു. അല്ലെ? സരളാദേവിയായിരുന്നു. ഇതാണ് പിന്നീട് സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗാനമായി സ്വീകരിക്കുന്നത്. അപ്പൊ നിലവില് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് തത്വബോധിനി പത്രികയിലായിരുന്നു എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ശരിയല്ലേ? അപ്പൊ തത്വബോധിനി പത്രിക 1843 ആരാരംഭിക്കുക? രവീന്ദ്രനാഥ ടാഗോറാണ് അത് എഴുതിയത്. ആ ജനഗണമന പ്രസിദ്ധീകരിക്കുന്നത് തത്വബോധിനി പത്രികയിൽ അപ്പോഴത്തെ ഉടമയായ രവീന്ദ്രനാഥ ടാഗോർ. എന്നാൽ തത്വബോധിനി പത്രിക ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവായ ദേവേന്ദ്രനാഥ ടാഗോറും. ഒന്നുകൂടെ നമുക്ക് പൂർണ്ണമായി റിവിഷൻ ചെയ്താലോ? തത്വബോധിനി സഭ 1839. ആദ്യ പേര് തത്വരഞ്ജിനി സഭ എന്നായിരുന്നു. എന്തായിരുന്നു ഇതിന്റെ വിശേഷണം? സത്യാന്വേഷികളുടെ സഭ. സത്യാന്വേഷികളുടെ സഭ. സെറ്റാണ്. ആസ്ഥാനം ബംഗാളാണ്. സ്ഥാപകൻ രവീന്ദ്രനാഥ് ടാഗോർ. ലക്ഷ്യം എന്താ? ഒന്നുകിൽ നമുക്ക് പറയാം ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ രാജാറാം മോഹൻ റോയ് ആശയങ്ങൾ പ്രചരിപ്പിക്കുക. തത്വബോധിനി സഭയുടെ മുഖപത്രമാണ്, അല്ലെങ്കിൽ തത്വബോധിനി സഭയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ച മാസികയാണ് തത്വബോധിനി പത്രിക. ഏത് വർഷം ആരംഭിച്ചു? 1843. ഈ 1843 ആരംഭിച്ച തത്വബോധിനി പത്രിക തുടർന്ന് രവീന്ദ്രനാഥ് ടാഗോർ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുന്നു. അതിലാണ് ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. ഈ തത്വബോധിനി സഭ എന്ന സംഘടന 1859 ബ്രഹ്മസമാജത്തിൽ ലയിച്ചു. 1859 പിന്നെ എന്ത് ലയിച്ചു? ബ്രഹ്മസമാജത്തിൽ. കാരണം ബ്രഹ്മസമാജത്തിന്റെ ലക്ഷ്യം എന്ത് തന്നെയാണ്? ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയാണ്. അല്ലെ? രാജാറാം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് 1859 ഇതെന്ത് ചെയ്തു? ബ്രഹ്മസമാജത്തിൽ ലയിക്കുകയും ചെയ്തു. ബ്രഹ്മസമാജത്തിലെ പ്രധാന പ്രവർത്തകൻ തന്നെയാണ് ആര്? ദേവേന്ദ്രനാഥ് ടാഗോർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്തു. ഇത്രയും സെറ്റാണേ. അടുത്ത് പഠിക്കാമോ? അടുത്ത സംഘടന സാധാരണ ബ്രഹ്മസമാജം. ഈ സാധാരണ ബ്രഹ്മസമാജം എന്ന് പറയുമ്പോൾ അവിടെ ആ വാക്കിൽ തന്നെ ഉണ്ട് ബ്രഹ്മസമാജത്തെ പോലെ പ്രവർത്തിക്കുവാനല്ല. ബ്രഹ്മസമാജത്തിലാണെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടണമെന്നും ആ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ആധുനിക നഗരവൽക്കരണത്തിന് അല്ലെങ്കിൽ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കണമെന്നായിരുന്നു. പക്ഷെ സാധാരണ ബ്രഹ്മസമാജം സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ സംസ്കാരം കൂടെ അംഗീകരിച്ചുകൊണ്ട് സാമൂഹിക പരിഷ്കരണം വേണം എന്ന് ലക്ഷ്യം വെച്ചതായിരുന്നു. ഓക്കെ, സാധാരണ ജനങ്ങളുടെ സംസ്കാരം. ആ സമയത്ത് സാധാരണ ജനങ്ങൾ എന്താ ഫോളോ ചെയ്യുക? ഹിന്ദു സംസ്കാരമാണ്. അതിനെ പെട്ടെന്നൊരു മാറ്റമല്ല, അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടല്ല സാമൂഹിക പരിഷ്കരണം കൊണ്ടുവരേണ്ടത് എന്ന കാഴ്ചപ്പാടായിരുന്നു ആർക്കുണ്ടായിരുന്നത്? സാധാരണ ബ്രഹ്മസമാജത്തിലെ വ്യക്താക്കൾക്ക്. നമുക്ക് നോക്കാം. സാധാരണ ബ്രഹ്മസമാജം ആരംഭിച്ചത് 1878 സ്ഥാപകർ 2 പേരുണ്ട്. പേര് കൃത്യമായി പഠിക്കണം. ആനന്ദമോഹൻ ബോസും ശിവനാഥ ശാസ്ത്രിയും. ആനന്ദമോഹൻ ബോസും ശിവനാഥ ശാസ്ത്രിയും. ആസ്ഥാനം കൽക്കട്ടയായിരുന്നു. ലക്ഷ്യം എന്താണ്? ഹിന്ദുമത സംസ്കാരത്തെ അപ്പാടെ പിന്തള്ളാൻ പറഞ്ഞോ? ഇല്ല. ഉപനിഷത്തുകൾ പ്രചരിപ്പിക്കുക. ആത്മീയതയിൽ അധിഷ്ഠിതമായ സാമൂഹിക പരിഷ്കരണം. ഈ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളടക്കം എന്താണ്? പോട്ടെ, ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗുരുവിന്റെ സമീപത്തിരിക്കുക. ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗുരുവിന്റെ സമീപത്തായിരിക്കുക. ഉപനിഷത്ത്, ഗുരുവിന്റെ സമീപത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നേടുക എന്നർത്ഥം. ക്ലാസ്സിൽ പോയിട്ട് കൃത്യമായി പഠിക്കണമെന്നർത്ഥം. കൃത്യമായി വിദ്യാഭ്യാസം നേടുക. ആ വിദ്യാഭ്യാസത്തിലൂടെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയതയിൽ അധിഷ്ഠിതമായ സാമൂഹിക പരിഷ്കരണം. രാജാറാം മോഹൻ റോയ്
ഹിന്ദുമത വിശ്വാസങ്ങളും ആചാരങ്ങളും അപ്പാടെ പിന്തള്ളിക്കൊണ്ട് പാശ്ചാത്യ സംസ്കാരത്തിൽ ഊന്നിയ സാമൂഹിക പരിഷ്കരണമാണ് ലക്ഷ്യം വെച്ചത്. ഇവിടെ സാധാരണ ബ്രഹ്മസമാജത്തിൽ അനന്തമോഹൻ ബോസും ശിവനാഥ ശാസ്ത്രികളും എന്താ പറയുന്നത്? ഉപനിഷത്തുകൾ പഠിക്കാൻ പറഞ്ഞു. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഗുരുവിന്റെ സമീപത്ത്. ഈ ഉപനിഷത്തിന്റെ ഉള്ളടക്കം എന്താ? ഉപദേശങ്ങളാണ്. ഉപനിഷത്തുകൾ നിങ്ങൾ പഠിക്കണം എന്ന് ആഹ്വാനം ചെയ്ത ഒരു തത്വചിന്തകൻ. അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യയുടെ തത്വചിന്തകൻ, ഇന്ത്യൻ ഫിലോസഫർ എന്ന് വിളിക്കും. കൂടാതെ ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് വിളിക്കും. ഇന്ത്യയില് യുവജനങ്ങളുടെ നേതാവായി നമ്മൾ കണക്കാക്കുന്ന തത്വചിന്തകനും അദ്ദേഹമാണ്. ആരെന്ന് പറയാമോ? ഉപനിഷത്തുകൾ പഠിക്കണം അഥവാ ഉപനിഷത്തുകളിലേക്ക് മടങ്ങണമെന്ന് ആഹ്വാനം ചെയ്തതാണ്. ഉപനിഷത്തുകളിലേക്ക് മടങ്ങണം എന്ന് ആഹ്വാനം ചെയ്തത്, വേദങ്ങളിലേക്ക് മടങ്ങാൻ പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഉപനിഷത്തുകളിലേക്ക് മടങ്ങാന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ഉപനിഷത്തുകളിൽ നിന്ന് ഒരു കാര്യമെടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ഇന്ത്യയുടെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഉത്തിഷ്ഠ ജാഗ്രത പ്രാപ്യവര നിബോധത. ഉത്തിഷ്ഠ ജാഗ്രത പ്രാപ്യവര നിബോധത. എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, ലക്ഷ്യം നേടിയെടുക്കും വരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എപ്പോഴും ഉണർന്നിരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഉത്തിഷ്ഠ ജാഗ്രത പ്രാപ്യവര നിബോധത. ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ അക്ഷീണം പരിശ്രമിക്കുക എന്നാണ്. ആ സ്വാമി വിവേകാനന്ദനാണ് ഉപനിഷത്തുകളിലേക്ക് മടങ്ങുക, ഉപനിഷത്തുകൾ പഠിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ സാധാരണ ബ്രഹ്മസമാജത്തിന്റെ ലക്ഷ്യമായിട്ടാണ് നമ്മൾ പറയുന്നത് ഉപനിഷത്തുകൾ പ്രചരിപ്പിക്കുക. കാരണം അതിനകത്ത് ഒട്ടനവധി ഉപദേശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഉപനിഷത്തുകളെ എന്തെന്ന് വിളിക്കാറുണ്ട്? വേദാന്തങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഉപനിഷത്തുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? വേദാന്തങ്ങൾ. ഈ വേദാന്തം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലേ? വേദാന്തം കേട്ടിട്ടുണ്ടാവും, ഉറപ്പാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് അറിയാമോ പഴഞ്ചൊല്ല്? വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദാന്തം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും. അപ്പൊ വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപദേശമാണ്. ഒരു പോത്തിനെ കൊല്ലാൻ പോകുന്നു, അവനോട് ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെയാ പറയണേ. അപ്പൊ വേദാന്തം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഉപനിഷത്ത് തന്നെയാണ്. ഇനി എത്ര ഉപനിഷത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? PSC ചോദിക്കാറുണ്ട് കേട്ടോ. എത്ര ഉപനിഷത്തുണ്ട്? 108 ഉപനിഷത്തുണ്ട്. അപ്പൊ വേദാന്തം എന്ന് പറയുന്നത് തന്നെയാണ് ഉപനിഷത്ത്. എത്ര എണ്ണമുണ്ട്? 108 ഉണ്ട്. വേദാന്തങ്ങളിലേക്ക് മടങ്ങണം അഥവാ ഉപനിഷത്തുകളിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഇവിടെ സാധാരണ ബ്രഹ്മസമാജത്തിന്റെ ലക്ഷ്യം എന്താണ്? ഉപനിഷത്തുകൾ പ്രചരിപ്പിക്കുക, കൂടാതെ ആത്മീയതയിൽ അധിഷ്ഠിതമായ സാമൂഹിക പരിഷ്കരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജാറാം മോഹൻ റോയ് പ്രവർത്തിച്ചതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് സാധാരണ ബ്രഹ്മസമാജം പ്രവർത്തിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ സാധാരണ ബ്രഹ്മസമാജം എന്ന് രൂപീകരിക്കുക 1870. സ്ഥാപകരാരൊക്കെ? ആനന്ദമോഹൻ ബോസും ശിവനാഥ ശാസ്ത്രിയും. ആസ്ഥാനം കൽക്കട്ടയാണ്. ലക്ഷ്യം ഉപനിഷത്തുകളെ പ്രചരിപ്പിക്കുക, ആത്മീയതയിൽ അധിഷ്ഠിതമായ സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം നൽകുക. അടുത്ത് പറയുന്നു ധർമ്മസഭ. പ്രത്യക്ഷത്തിൽ രാജാറാം മോഹൻ റോയ് ചെയ്ത എല്ലാ പ്രവൃത്തികളെയും പ്രത്യക്ഷത്തിൽ എതിർത്ത വ്യക്തിത്വമാണ് ധർമ്മസഭ. രാജാറാം മോഹൻ റോയ് 1829 ഡിസംബർ 4 സതി നിരോധിക്കുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു. സതി നിരോധിച്ചത് വില്യം ബെന്റിക് പ്രഭുവാണ്. അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിന്റെ സഹോദരി സതി അനുഷ്ഠിക്കാൻ വേണ്ടി വന്നു. നിർബന്ധമായി അവരെ വലിച്ചിരിച്ചുകൊണ്ടാണ് ചിതയിലേക്ക് കൊണ്ടുപോകുക. അതൊക്കെ കണ്ട് മനം നൊന്നുകൊണ്ട് ഇനി ഒരു സ്ത്രീക്കും ഒരു സഹോദരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, വിഷമം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ രാജാറാം മോഹൻ റോയിയുടെ കാഴ്ചപ്പാടിനെ നേരിട്ട് എതിർത്ത വ്യക്തിത്വമായിരുന്നു ആര്? അദ്ദേഹത്തിന്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാധാകാന്തദേവ്. രാധാകാന്തദേവ് ആരംഭിച്ച സംഘടനയായിരുന്നു ധർമ്മസഭ. പരമ്പരാഗതമായി ജനങ്ങൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ ധർമ്മമാണ്. ആ ധർമ്മത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട്. അപ്പൊ ധർമ്മസഭ ആരംഭിച്ചത് രാധാകാന്തദേവാണ്.
ധർമ്മസഭ ആരംഭിച്ചത് 1830. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ബ്രഹ്മ സമാജത്തിനും അതുപോലെ തന്നെ ആത്മീയ സഭ, ഈ രണ്ട് സംഘടനകൾ ആരംഭിച്ച രാജാറാം മോഹൻറോയ്ക്കെതിരാണ്. രാജാറാം മോഹന്റെ കാഴ്ചപ്പാട് നിങ്ങൾക്കറിയാം. ഹിന്ദു മതത്തെ പലപ്പോഴും അദ്ദേഹം വിമർശിച്ചു. ഹിന്ദു മതമല്ല പുരോഗതിക്ക് ആസ്ഥാനം, ഹിന്ദു മതത്തിൽ അനാചാരങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാര് പറയുന്നത് പോലെ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുക. ഇവിടെ ധർമ്മസഭയുടെ ലക്ഷ്യം എന്താണ്? ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കുന്ന സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുക, അതായത് പാരമ്പര്യത്തെ പിന്തുണയ്ക്കുക. അവിടെ പുരോഗതി എന്നൊരു വാക്കേ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ എന്താണോ ആചരിക്കുന്നത്, എന്താണോ അനുഷ്ഠിക്കുന്നത്, അതേപോലെ സംരക്ഷിച്ചു കൊണ്ടുപോവുക എന്നതായിരുന്നു ധർമ്മസഭയുടെ ലക്ഷ്യം. ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കുന്ന സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുക. ബ്രഹ്മസമാജത്തിന്റെയും മറ്റ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ചെറുക്കുക. ഈ ഒരു വാക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാജാറാം മോഹൻ റോയ് പ്രവർത്തിച്ചിരുന്ന അതേ കാലഘട്ടത്ത് അദ്ദേഹത്തെ പ്രത്യക്ഷത്തിൽ എതിർക്കുന്ന ഒരു സംഘടനയായിരുന്നു ധർമ്മസഭ. സതി നിരോധനത്തെ എതിർത്തു ഈ സംഘടന. അപ്പൊ സതി നിരോധനത്തെ എതിർത്ത സംഘടന ഏതാന്ന് ചോദിച്ചാൽ ധർമ്മസഭ. സതി നിരോധനത്തെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവെന്ന് ചോദിച്ചാൽ രാധാകാന്ത് ദേവ്. അപ്പൊ ഇദ്ദേഹത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റും. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയെയും നമ്മൾ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് തന്നെയാണ് വിളിക്കുക. അത് പുരോഗമനത്തെ കുറിച്ച് പറഞ്ഞാലും പരിഷ്കൃതത്തെ കുറിച്ച് പറഞ്ഞാലും. മനസ്സിലായോ? 1856 നമ്മുടെ ഡൽഹൌസി പ്രഭു എന്ത് ചെയ്തിരുന്നു? ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയിരുന്നു. അത് ശക്തമായി എതിർത്ത നേതാവും ആര് തന്നെയാണടാ? നമ്മുടെ നമ്മുടെ രാധാകാന്ത് ദേവാണ്. അപ്പോ രാജാറാം മോഹൻ റോയ് പ്രചോദനം നൽകിക്കൊണ്ട് നിരോധിച്ച സതി നിരോധനത്തെ എതിർത്തു. 1856 ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടെ പ്രചോദനം മൂലമാണ് ഡൽഹൌസി പ്രഭു ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുക. ആ ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തെയും ആരെതിർത്തു? രാധാകാന്ത് ദേവ്. ഏത് സംഘടനയിലൂടെ? ധർമ്മസഭ എന്ന സംഘടനയിലൂടെ. ഓക്കെ അല്ലേ? അപ്പോൾ സാമൂഹ്യ പരിഷ്കരണത്തെ എതിർത്തുകൊണ്ട് പാരമ്പര്യ ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു രാധാകാന്ത് ദേവ് എന്താ ആരംഭിച്ചത്? ധർമ്മസഭ ആരംഭിച്ചത്. ശരിയാണ്. നമ്മൾ വൈശ്വരന്മാരെ കുറിച്ച് പഠിച്ചു. അവിടെ നമ്മൾ പഠിച്ചതാണ് 1856 ഡൽഹൌസി പ്രഭു ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയിരുന്നു. അതിനെ ആരെതിർത്തു? രാധാകാന്ത് ദേവ് എതിർത്തു. അപ്പൊ രാധാകാന്ത് ദേവ് എതിർത്തത് കൊണ്ടാണ് അത് കഴിഞ്ഞ് വരുന്ന കാനിങ് പ്രഭു അതിൽ ചെറിയ ഭേദഗതി വരുത്തി എന്ത് ചെയ്യുന്നത്? 1857 ഹിന്ദു വിധവ പുനർവിവാഹ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നു. സ്ത്രീക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ പുനർവിവാഹം അംഗീകരിക്കാം, ഇല്ലെങ്കിൽ അംഗീകരിക്കില്ല എന്നൊരു മാറ്റം കൊണ്ടുവരുന്നത് ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അവിടെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. സെറ്റാണേ. അപ്പൊ ധർമ്മസഭ സ്ഥാപകൻ രാധാകാന്ത് ദേവ് രൂപീകരിച്ചതെന്ന 1830. ലക്ഷ്യം ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കുന്ന ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുക, ബ്രഹ്മസമാജത്തിന്റെയും മറ്റ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ചെറുക്കുക, സതി നിരോധനം എതിർത്തു. കൂടാതെ 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തെയും ആരെതിർത്തു? ധർമ്മസഭ, അല്ലെങ്കിൽ ധർമ്മസഭയുടെ സ്ഥാപകനായ രാധാകാന്ത് ദേവ് എതിർത്തു. സെറ്റാണേ. അടുത്ത് പഠിക്കാം. ഭൂവുടമ പ്രസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഭൂവുടമ പ്രസ്ഥാനമാണ്. ഭൂ ഉടമ പ്രസ്ഥാനം എന്ന് നമ്മൾ മലയാളവൽക്കരിച്ച് പറയും. അതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 2-3 പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാമോ? ഭൂ ഉടമ പ്രസ്ഥാനത്തിന്റെ ഇംഗ്ലീഷ്. ഭൂ ഉടമ എന്ന് പറയുമ്പോൾ ലാൻഡ് ഓണർ അല്ലെ? ലാൻഡ് ഓണേഴ്സ് സൊസൈറ്റി എന്ന് വിളിക്കാറുണ്ട്. ലാൻഡ് ഓണേഴ്സ് മൂവ്മെന്റ് എന്നും വിളിക്കാറുണ്ട്. ലാൻഡ് ഓണേഴ്സ് മൂവ്മെന്റ് അഥവാ ലാൻഡ് ഓണേഴ്സ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത് ഈ സംഘടന തന്നെ. മറക്കല്ലേ? ദ ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഭൂവുടമ പ്രസ്ഥാനമാണ്. 1838 ആദ്യ പേരെന്ന് പറയുന്നത് സെമീന്ദാരി അസോസിയേഷൻ എന്നായിരുന്നു. ഈ സെമീന്ദാരി അസോസിയേഷൻ ആരംഭിച്ചത് 1830 കേട്ടോ. ഈ സെമീന്ദാരി അസോസിയേഷൻ, അതായത് സെമീന്ദാർമാരുടെ കൂട്ടായ്മ, 1830 ആരംഭിച്ചു. ഈ 1830 ആരംഭിച്ച സെമീന്ദാരി അസോസിയേഷനെ ആ സെമീന്ദാർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരകാനാഥ ടാഗോറിന്റെ നേതൃത്വത്തിലാണ് 1838 എന്താരംഭിക്കുന്നത്? ഭൂവുടമ പ്രസ്ഥാനം ആരംഭിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഈ സെമീന്ദാർമാരുടെ കൂട്ടായ്മ എന്ന അർത്ഥത്തിൽ സെമീന്ദാരി അസോസിയേഷൻ ആരംഭിച്ചത് 1830 ആ സെമീന്ദാരി അസോസിയേഷനെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട്
റീഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിയായ അവകാശ സംരക്ഷണത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടിയായ ഭൂവുടമ പ്രസ്ഥാനം 1838 രൂപീകരിക്കുന്നത്. അപ്പൊ ഭൂവുടമ പ്രസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം? 1838 എന്ന് പറയണം. ഭൂവുടമ പ്രസ്ഥാനത്തിന്റെ മുൻഗാമി ആര്, അല്ലെങ്കിൽ ആദ്യ പേര് എന്താന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം? സെമീന്ദാരി അസോസിയേഷൻ എന്ന് പറയണം. ആ സെമീന്ദാരി അസോസിയേഷൻ എന്ന കൂട്ടായ്മ, രാഷ്ട്രീയ സംഘടനയല്ല, കൂട്ടായ്മ രൂപീകരിച്ചതെന്നാണ് 1830. എന്നാൽ ഭൂവുടമ പ്രസ്ഥാനം എന്നാണ് ആരംഭിച്ചു വെച്ചാൽ എന്ന് തന്നെ പറയണം? 1838. ഭൂവുടമ പ്രസ്ഥാനത്തിന് ഇംഗ്ലീഷ് ലാൻഡ് ഓണേഴ്സ് സൊസൈറ്റി എന്നും പറയാം, ലാൻഡ് ഓണേഴ്സ് മൂവ്മെന്റ് എന്നും പറയാം. സ്ഥാപകനാരാ? ദോരകാനാഥ ടാഗോർ. ആസ്ഥാനം എവിടെ? കൽക്കട്ട. ദോരകനാഥ ടാഗോറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ രാജാറാം മോഹനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു. രാജാറാം മോഹന്റെയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സന്തത സഹചാരി എന്ന് പറയുന്നത് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു, അല്ലെ? ദേവേന്ദ്ര അല്ലെങ്കിൽ ദേബേന്ദ്രനാഥ ടാഗോർ എന്ന് നമ്മൾ അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു ദോരകാനാഥ ടാഗോർ. ഞാൻ പറഞ്ഞു വൻകിട സെമീന്ദാർ, സമ്പന്നനായ സെമീന്ദാർ ആയിരുന്നു ആര്? നമ്മുടെ ദോരകാനാഥ ടാഗോർ. സെമീന്ദാർ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി പിരിക്കുന്ന ജന്മിമാര്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ബംഗാൾ പ്രവിശ്യയിൽ നികുതി പിരിക്കുന്ന ആരാണ്? സെമീന്ദാർമാരാണ്. അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആ നികുതി സമ്പ്രദായം, ബംഗാൾ പ്രവിശ്യയിലെ നികുതി സമ്പ്രദായം സെമീന്ദാരി സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നു. അതായത് സെമീന്ദാർ നികുതി പിരിച്ച് എന്ത് ചെയ്യണം? ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. ഈ സെമീന്ദാരി സമ്പ്രദായം എന്ന് ആരംഭിച്ച് 1793. നമ്മൾ ബ്രിട്ടീഷ് ഭരണ സംവിധാനം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? 10 വർഷത്തെ നികുതി പിരിക്കുവാനാണ് സെമീന്ദാർക്ക് അനുവാദം കിട്ടുക. അതുകൊണ്ട് ദീർഘകാലമായതുകൊണ്ട് അതിനെ പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ മലയാളവൽക്കരിച്ചാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതി എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ആ സെമീന്ദാരി സമ്പ്രദായം അനുസരിച്ച് സെമീന്ദാരി അവകാശം ലഭിച്ച വ്യക്തിത്വമാണ് ദോരകനാഥ ടാഗോർ. വലിയ സമ്പന്നനാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുമായിട്ട് അദ്ദേഹത്തിന് ഇടപഴകാൻ കഴിഞ്ഞിരുന്നു. ആ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ വെച്ച് മരിച്ച രാജാറാം മോഹൻ റോയുടെ മൃതശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. അപ്പൊ ദോരകനാഥ ടാഗോറാണ് സ്വാധീനം ചെലുത്തിയത്, അതിനുവേണ്ടി പരിശ്രമിച്ചത് രാജാറാം മോഹനയുടെ സുഹൃത്തുക്കളായ ആരൊക്കെ? ദേവേന്ദ്രനാഥ ടാഗോറും കേശബ് ചന്ദ്ര സെനും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ കൃത്യമായി പഠിച്ചു വെച്ചു, അല്ലെ? രാജാറാം മോഹൻ റോയിയുടെ മൃതശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആര്? ആരൊക്കെ ചേർന്ന്? ദേവേന്ദ്രനാഥ ടാഗോറും കേശബ് ചന്ദ്ര സെനും. അതിനുവേണ്ടി പ്രയത്നിച്ചത് ആരായിരുന്നു? ദോരകാനാഥ ടാഗോർ. സെറ്റാണ്. ഗുഡ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നു ഭൂവുടമ പ്രസ്ഥാനം. കൺക്ലൂഡ് ചെയ്യാം. ഭൂവുടമ പ്രസ്ഥാനം ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആദ്യ പേരെന്താ? സെമീന്ദാരി അസോസിയേഷൻ. സ്ഥാപകനാരാ? ദോരകാനാഥ ടാഗോർ. ആസ്ഥാനം എവിടെയാണ്? കൽക്കട്ടയുമാണ്. സെറ്റാണേ? സെറ്റാണേ? യെസ്. ഇനി ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി. അപ്പൊ ആ വാക്കിൽ തന്നെ ഉണ്ട് എവിടെയാണ്? ബംഗാളിലാണ് സ്ഥാപിച്ചത്. ബംഗാളിൽ ആരംഭിച്ച ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി, ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടോടുകൂടിയ സംഘടന. ബംഗാളിൽ ആരംഭിച്ച ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടോടുകൂടിയ സംഘടന എന്നർത്ഥം. ഓക്കെ. അപ്പോ ബംഗാൾ ബ്രിട്ടീഷ് സൊസൈറ്റി രൂപീകരിച്ചത് 1843 ആസ്ഥാനം എവിടെയാ? കൽക്കട്ട. ആ സംഘടനയുടെ പേരിൽ തന്നെ ലക്ഷ്യമൊക്കെ ഉണ്ട്. ബംഗാളിൽ ആരംഭിച്ച ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടുള്ള സംഘടന, അല്ലെ? നോക്കിയേ, എന്താ ലക്ഷ്യം? ബ്രിട്ടീഷുകാരോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും, അവിടെ എല്ലാ വിഭാഗങ്ങളും എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ബ്രിട്ടീഷുകാര് എപ്പോഴും ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുക? ആരോടാണ് അവര് സമ്പർക്കം പുലർത്തുക? സമ്പന്നരും സവർണരുമായ ഇന്ത്യക്കാരുമായിട്ട്. സമ്പന്നരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ ആ സമയത്ത് എന്തിനാണ് ലക്ഷ്യം വെക്കുക? നികുതി പിരിവിനാണ്. ആ ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവിന്, ബ്രിട്ടീഷുകാരുടെ ലാഭത്തിന് ആരൊക്കെയാണോ സഹായിക്കുന്നത് അവരെ അംഗീകരിക്കുന്ന ഒരു രീതിയാണ് ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോ അങ്ങനെ വന്നപ്പോ സാധാരണക്കാരൊക്കെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ എതിർപക്ഷത്തേക്ക് നീങ്ങുന്നു എന്നൊരു സൂചന കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് കാഴ്ചപ്പാടുകൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടക്കം കുറിച്ചതായിരുന്നു ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതേപോലെ നമ്മൾ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ടെന്നേ. ഓരോ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാര് ഇതേപോലെ ഓരോ അടവുമായിട്ട് വരും. നമുക്കറിയാം, നമ്മള് ബ്രിട്ടീഷ് ഭരണ സംവിധാനം പഠിച്ചപ്പോൾ പറഞ്ഞു 1848 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നു. അതായത് അനന്തരാവകാശികളില്ലെങ്കിൽ രാജ്യത്തെ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു. ഇതിന്റെ മറ്റൊരു രൂപമല്ലേ സൈനിക സഹായ വ്യവസ്ഥ? സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അയൽ രാജ്യത്തിന് സംരക്ഷണം നൽകും,
ആ സംരക്ഷിക്കുന്ന രാജ്യം മറ്റാരുടെയും സഹായം സ്വീകരിക്കാൻ പാടില്ല. ആ സഹായിക്കുന്ന രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാർ കുറെ സൈന്യത്തെ അയക്കും. ആ സൈന്യത്തെ സംരക്ഷിക്കേണ്ടത് ആ നാട്ടുരാജ്യത്തിന്റെ ചുമതലയാണ്. ആ നാട്ടുരാജ്യത്തിന്റെ സൈന്യത്തെയും ബ്രിട്ടീഷ് സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ ശത്രു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി ബ്രിട്ടീഷിനോട് കൂട്ടിച്ചേർക്കും. ഈ സഹായിക്കുന്ന നാട്ടുരാജ്യത്തെ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല എന്ന് തോന്നുമ്പോൾ അതും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? കൈവശപ്പെടുത്തും. ചുരുക്കി പറഞ്ഞാൽ സാമ്രാജ്യ വിസ്തൃതിക്ക് വേണ്ടി അവർ ചെയ്തിരുന്ന ഒട്ടനവധി കാര്യങ്ങളായിരുന്നു. ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതി ഉൾപ്പെടെ, അല്ലെ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതി എന്ത് ചെയ്തു? ബംഗാളിലെ ജന്മിമാരെ ബ്രിട്ടീഷുകാർ വിശ്വാസത്തിലെടുത്തു നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ മാത്രം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ മതിയല്ലോ. ഇറങ്ങി ജോലി ചെയ്യാൻ സാധാരണക്കാരെ ഇന്ത്യക്കാരെ കൊണ്ട് കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യിപ്പിച്ചു, അല്ലെ? അപ്പോ സാധാരണക്കാരായ ജനങ്ങള് നികുതി കൊടുക്കേണ്ടവര് ബ്രിട്ടീഷുകാരിൽ നിന്ന് അകരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായപ്പോൾ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ആരംഭിച്ചു. ഈ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയുടെ പിൽക്കാലത്തെ സംഘടനയാണ്, അല്ലെങ്കിൽ ഇതേ മാതൃകയിലുള്ള സംഘടനയാണ് എന്തെന്ന് പറയാം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാം. അതുകൊണ്ടല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ലാലാ ലജ്പത് റോയ് എന്തെന്ന് വിളിച്ചത്? സേഫ്റ്റി വാൽവ് തിയറി. ബ്രിട്ടീഷുകാരുടെ ആശയങ്ങൾ ഇന്ത്യക്കാരിലേക്ക് എത്തിക്കുവാനുള്ള കുറുക്കു വഴി എന്ന് വിളിച്ചത്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ജനങ്ങളാണ് എണ്ണത്തിൽ കൂടുതലുള്ളവര്. അവര് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് നിലനിൽപ്പുണ്ടാവില്ല. അവരെ എന്ത് ചെയ്യണം? അവരിൽ കുറെ പേരെങ്കിലും ബ്രിട്ടീഷ് പക്ഷത്തോട്ട് കൂറുമാറ്റണം. അത് തന്നെയാണ് ലക്ഷ്യം. അപ്പോ ഇവിടെ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്താണ്? ബ്രിട്ടീഷുകാരോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പാക്കുക. ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരൊക്കെ? ദ്വാരകാനാഥ ടാഗോർ, ജോർജ് തോംസൺ, പിന്നെ ചന്ദ്രമോഹൻ ചാറ്റർജി. ദ്വാരകാനാഥ ടാഗോർ, ജോർജ് തോംസൺ, കൂടാതെ ചന്ദ്രമോഹൻ ചാറ്റർജി. സെറ്റാണ്. ദ്വാരകാനാഥ ടാഗോർ, ജോർജ് തോംസൺ, ചന്ദ്രമോഹൻ ചാറ്റർജി. ക്ലിയർ ആണ്. ദ്വാരകാനാഥ ടാഗോർ നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചു. ആരാണ്? ഒരു വൻകിട സമീന്ദാറാണ്. ബ്രിട്ടീഷുകാരുമായി ഇടപെടാൻ കഴിയുന്ന, ബ്രിട്ടീഷുകാരിൽ സ്വാധീനമുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കൊണ്ട് നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ സംഘടന ആരംഭിച്ചു. സാധാരണക്കാരായ ജനങ്ങളില് ബ്രിട്ടീഷുകാരുടെ ആശയങ്ങൾ എത്തിക്കാൻ. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. എന്തൊക്കെയാണ് നമ്മൾ പറയുക? രൂപീകരിച്ചത് 1843, ആസ്ഥാനം കൽക്കട്ട. ലക്ഷ്യം ബ്രിട്ടീഷുകാരോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമവും പുരോഗതി ഉറപ്പാക്കുക. സ്ഥാപകർ ദ്വാരകാനാഥ ടാഗോർ, ജോർജ് തോംസൺ, കൂടാതെ ചന്ദ്രമോഹൻ ചാറ്റർജി. ഈ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി കുറെ വർഷം കഴിഞ്ഞപ്പോ ദ്വാരകാനാഥ ടാഗോർ രണ്ട് സംഘടന ആരംഭിച്ചിട്ടുണ്ടല്ലേ. ഒന്ന് 1838 ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ പാർട്ടിയായ ഭൂവുടമ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ 1843 എന്താരംഭിച്ചിട്ടുണ്ട്? ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ആരംഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് സംഘടനയും കൂട്ടിയോജിപ്പിച്ച് ഒന്നാക്കി മാറ്റി. ഒന്നാക്കി മാറ്റി എന്ന് കൃത്യമായി പറഞ്ഞാൽ 1851 എന്നാണ്. 1851. അങ്ങനെ 1838 ആരംഭിച്ച ഭൂവുടമ പ്രസ്ഥാനവും 1843 ആരംഭിച്ച ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് സ്ഥാപിച്ച സംഘടനയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ബ്രിട്ടീഷ് എന്ന വാക്ക് ഒഴിവാക്കി പറയരുത്, ആൻസർ തെറ്റിപ്പോവും. കാരണം ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് 1876 നമ്മൾ പിന്നീട് പഠിക്കും. 1876 ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിക്കുക. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച ആരാ? സുരേന്ദ്രനാഥ ബാനർജി ആണോ? അപ്പൊ 1876 കൽക്കട്ട ആസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അതുകൊണ്ട് നമ്മളിപ്പോ പഠിക്കുന്ന സംഘടനയുടെ പേര് കൃത്യമായി തന്നെ പഠിക്കണം. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ, അല്ലെ? വീണ്ടും ഇതേ സാമ്യമുള്ള വേറെ ഏതെങ്കിലും സംഘടന ഉണ്ടോ സാറേ? വേറെ എന്തോ കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ടെന്നേ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരംഭിച്ചത് 1866 ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എവിടെയെന്ന് പറയൂടാ? യെസ്, എവിടെയെന്ന് പറയും? ലണ്ടനിൽ എന്ന് പറയും. ഇന്ത്യക്ക് വേണ്ടി ലണ്ടനിൽ ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ആരാണ് ആരംഭിക്കുക? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ആരംഭിക്കുക. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ അസോസിയേഷൻ. 1876 കൽക്കട്ടയിൽ ആരംഭിച്ചു സുരേന്ദ്രനാഥ് ബാനർജി.
ഇവിടെ സുരേന്ദ്രനാഥ് ബാനർജി ആരംഭിച്ച ഇന്ത്യൻ അസോസിയേഷനിലും 1866 ദാദാഭായ് നവറോജി ആരംഭിച്ച ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനിലും ബ്രിട്ടീഷ് പങ്കാളിത്തം ഇല്ല. ഇന്ത്യക്കാർ തന്നെയാണ് പൂർണ്ണമായ അംഗങ്ങളായിട്ട് വരിക. അതുകൊണ്ട് ഈ രണ്ട് സംഘടന ആരംഭിച്ച വ്യക്തിത്വങ്ങളെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിളിക്കും. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രണ്ടുപേരുണ്ട്. ഒന്ന് ദാദാഭായ് നവറോജി, രണ്ട് സുരേന്ദ്രനാഥ് ബാനർജി. നമ്മൾ പിന്നീട് പഠിക്കേണ്ടതാണ്, എങ്കിലും സാമ്യമുള്ള പേര് വന്നതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ഒരു സംഘടന ആരംഭിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ഏതാണ് ആ സംഘടന? 1876 കൽക്കട്ടയിൽ ആരംഭിച്ച ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യക്ക് വേണ്ടി ലണ്ടനിൽ ആദ്യമായി ഒരു സംഘടന ആരംഭിച്ചത് ദാദാഭായ് നവറോജിയാണ്. അതിന്റെ പേര് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യക്ക് വേണ്ടി എന്ന അർത്ഥത്തിൽ. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ളല്ലോ ഏഷ്യ, അതിലുള്ള രാജ്യമല്ല ഇന്ത്യ. അപ്പൊ യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യക്ക് വേണ്ടി ഒരു സംഘടന ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ദാദാഭായ് നവറോജി ലണ്ടൻ. ഈ സംഘടനകൾ ആരംഭിച്ചുകൊണ്ട് ഈ രണ്ടുപേരെയും നമ്മൾ എന്താന്ന് വിളിക്കും? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിളിക്കും. ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം. എന്നാൽ പ്രോഫറ്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരൊക്കെ? സുരേന്ദ്രനാഥ് ബാനർജിയും ദാദാഭായ് നവറോജിയും. ഇനി ഈ സ്ലൈഡിൽ പറയുന്ന സംഘടന പഠിക്കാം. ഈ സംഘടനയുടെ പേരെന്താ? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. അപ്പോൾ സംഘടനയുടെ പേര് പൂർണ്ണമായിട്ട് പഠിക്കണ്ടേ? പഠിക്കണം. ചെറിയൊരു വാക്ക് മാറിയാൽ ആൻസർ മാറിപ്പോകും അല്ലെ? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ 1851 ആരംഭിക്കുക. എന്തൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട്? ഭൂവുടമ പ്രസ്ഥാനം. ഭൂവുടമ പ്രസ്ഥാനം എന്ന് ആരംഭിച്ചേ 1838 ദ്വാരകാനാഥ് ടാഗോർ. ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി എന്നാരംഭിച്ചേ 1843 ആരംഭിച്ചേ? ദ്വാരകാനാഥ് ടാഗോർ. ഈ രണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് ആരംഭിക്കുക? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിക്കുക. അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? രാധാകാന്ത് ദേവ് ആയിരുന്നു. ഈ രാധാകാന്ത് ദേവിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? രാധാകാന്ത് ദേവ്, അതെ കേട്ടു. ധർമ്മസഭയുടെ സ്ഥാപകൻ അല്ലെ? സാമൂഹിക പരിഷ്കരണമല്ല, ഹിന്ദുമതത്തിന്റെ, ഹിന്ദു സംസ്കാരത്തിന്റെ കൃത്യമായ പരിപാലനമാണ് യഥാർത്ഥ സാമൂഹിക പരിഷ്കരണം എന്ന് വിശ്വസിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെ സതി അനുഷ്ഠാനത്തെ നിരോധിച്ചത് എതിർത്ത വ്യക്തി. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയപ്പോൾ അതിനെ എതിർത്ത വ്യക്തിയാണ് ആര്? രാധാകാന്ത് ദേവ്. അപ്പോ എതിർത്തത് കൊണ്ട് പിന്നീട് ഭേദഗതി വരുത്തി എന്ന് പറഞ്ഞു അല്ലെ ഞാൻ. 1886 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയ ഡൽഹൌസിയാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്. തുടർന്ന് കാനിംഗ് പ്രൊഫോദിൽ ഭേദഗതി വരുത്തി ആരുടെ ആവശ്യപ്രകാരം? രാധാകാന്ത് ദേവിന്റെ. അങ്ങനെ ബ്രിട്ടീഷുകാരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഹോൾഡ് ഉണ്ടോ? ഉണ്ടെന്നേ. അതിന്റെ തെളിവാണ് നമ്മൾ ഇവിടെ പഠിക്കണേ. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? രാധാകാന്ത് ദേവ് ആയിരുന്നു. സെക്രട്ടറി ദേവേന്ദ്രനാഥ ടാഗോർ. അതായത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ മകനായ ദേവേന്ദ്രനാഥ ടാഗോർ. പത്രം എന്ന് പറയുന്നത് ഹിന്ദു പാട്രിയോട്ട്. ആ ഹിന്ദു പാട്രിയോട്ട് എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു ഹരീഷ് ചന്ദ്ര മുഖോപാധ്യായ. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ 1851 രൂപീകരിച്ചു. എന്തൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട്? ഭൂവുടമ പ്രസ്ഥാനവും ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്. ഈ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി തന്നെയാണ് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയേണ്ട ഒന്നാണ്. പ്രസിഡന്റ് രാധാകാന്ത് ദേവ്, സെക്രട്ടറി ദ്വാരകാനാഥ് ടാഗോറിന്റെ മകനായ ദേവേന്ദ്രനാഥ ടാഗോർ. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ പത്രമായിരുന്നു ഹിന്ദു പാട്രിയോട്ട്. ഇന്ത്യയിലെ ദേശീയത എന്നൊക്കെയാണ് അർത്ഥം, അല്ലെങ്കിൽ ദേശസ്നേഹം എന്നൊക്കെയാണ് അർത്ഥം. ഹിന്ദു സംസ്കാരത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ദേശസ്നേഹമാണ് ഉദ്ദേശിക്കുക. എഡിറ്റർ ആരാണ്? ഹരീഷ് ചന്ദ്ര മുഖോപാധ്യായ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ദേവേന്ദ്രനാഥ് ടാഗോർ അല്ലേ രാജാറാം മോഹൻ റോയുടെ കൂടെ ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും. രാജാറാം മോഹൻ റോയുടെ കൂടെ സന്തത സഹചാരിയിരുന്ന വ്യക്തിയായിരുന്നു ദേവേന്ദ്രനാഥ് ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ പിതാവ് അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ സംഘടനയിലെ സെക്രട്ടറി ആയിട്ട് മാറുക. പക്ഷെ പിന്നീട് അദ്ദേഹം രാജിവെച്ചു കേട്ടോ. ദേവേന്ദ്രനാഥ ടാഗോർ രാജിവെച്ചിട്ട് പൂർണ്ണ സമയം എന്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സമയം മാറ്റിവെച്ചു? എന്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സമയം മാറ്റിവെച്ചു? ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തകനായിട്ട്. അതുകൊണ്ടാണ് ആദ്യ ബ്രഹ്മസമാജത്തിന്റെ വ്യക്തമായിട്ട് ആര് മാറുക? ദേവേന്ദ്രനാഥ ടാഗോർ മാറുക. ക്ലിയർ ആണേ? അടുത്ത് പറയാമോ? കുറച്ച് സംഘടനകളാണ്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സാമൂഹ്യ പരിഷ്കരണം പഠിക്കുമ്പോൾ ഇതുപോലെ കുറെ സംഘടനകൾ നമുക്ക് പഠിക്കുവാനുണ്ട് കേട്ടോ. സെറ്റാണ്. PSC സ്ഥിരം ചോദിക്കുന്ന ഏരിയയുമാണ് കേട്ടോ, ഒഴിവാക്കാനും പറ്റില്ല. അടുത്ത് പറയുന്നു വേദസമാജം. വേദസമാജത്ത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ.
ഈ വേദത്തെ നമ്മൾ ഈ രണ്ട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താവും? ദേവസമാജമാവും അല്ലെ? അങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നേ. വേദസമാജവും ഉണ്ട്, ദേവസമാജവും ഉണ്ട്. ഓക്കെ. അപ്പോ വേദസമാജം നമുക്ക് ആദ്യം പഠിക്കാം. വേദസമാജം ആരംഭിച്ചത് 1864 സ്ഥാപകൻ ശ്രീധരലു നായിഡുവും കേശവചന്ദ്രസനും. കേശവചന്ദ്രസനും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അല്ലെ? ഈ ബ്രഹ്മസമാജം 1866 രണ്ടായി വേർതിരിഞ്ഞപ്പോൾ ഭാരതീയ ബ്രഹ്മസമാജം ആരംഭിച്ചത്. ഭാരതീയ ബ്രഹ്മസമാജം ആരംഭിച്ചത് അഥവാ ഇന്ത്യൻ ബ്രഹ്മസമാജം ആരംഭിച്ചത് ആരായിരുന്നടാ? നമ്മുടെ കേശവചന്ദ്രസൻ ആയിരുന്നു. ശരിയാണേ. ഈ കേശവചന്ദ്രസനെ തുടക്കം കുറിച്ച ഭാരതീയ ബ്രഹ്മസമാജം അറിയപ്പെട്ട മറ്റൊരു പേരായിരുന്നു എന്ത്? നവവിധാൻ ബ്രഹ്മസമാജം. പുതുതായി രൂപം കൊണ്ടത്, പുതിയ ആശയപ്രകാരം രൂപം കൊണ്ടത് യഥാർത്ഥത്തിൽ എന്ത് പേരിൽ അറിയപ്പെട്ടു? നവവിധാൻ ബ്രഹ്മസമാജം എന്നറിയപ്പെട്ടു. നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുന്നു. അപ്പൊ വേദസമാജം 1864 സ്ഥാപകർ ശ്രീധരലു നായിഡുവും കേശവചന്ദ്രസനും. ആസ്ഥാനം മദ്രാസ്. ലക്ഷ്യം ഏകദൈവ വിശ്വാസം, വിഗ്രഹാരാധന നിരാകരിക്കൽ, ജാതി വ്യവസ്ഥയെയും പൗരോഹിത്യത്തിന്റെയും എതിർപ്പ്, കൂടാതെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. അപ്പോ വേദസമാജത്തിൽ ആരംഭിച്ചത് 1864 വേദസമാജത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, വിഗ്രഹാരാധന എതിർക്കുക, ജാതി വ്യവസ്ഥയുടെയും പൗരോഹിത്യത്തിന്റെയും എതിർപ്പ്, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. 4 ലക്ഷ്യങ്ങൾ: ഏകദൈവ വിശ്വാസം, വിഗ്രഹാരാധന എതിർക്കുക, ജാതി വ്യവസ്ഥയും പുരോഹിത മേധാവിത്വത്തെയും എതിർക്കുക, സ്ത്രീകളുടെ അവകാശം അല്ലെങ്കിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. സെറ്റാണേ. വേദത്തിൽ അധിഷ്ഠിതമായ ഒരു നവയുഗം, അതായിരുന്നു വേദസമാജത്തിന്റെ ലക്ഷ്യം. വേദത്തിൽ അധിഷ്ഠിതമായ. സെറ്റാണേ. ഈ സംഘടനയിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് കേശവചന്ദ്രസന് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട സഹോദര സ്ഥാനത്തുള്ള വ്യക്തിയെ എന്ത് ചെയ്യുന്നത്? ശൈശവ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ, കേശവചന്ദ്രസനെ, ബ്രഹ്മസമാജത്തിലെ അംഗങ്ങൾ എതിർക്കുന്നതും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 1866 ബ്രഹ്മസമാജത്തെ രണ്ടായി വിഭജിച്ച് കേശവചന്ദ്രസൻ പുതിയ ഭാരതീയ ബ്രഹ്മസമാജം അഥവാ നവവിധാൻ ബ്രഹ്മസമാജം ആരംഭിക്കുന്നത്. ആത്മീയതയിൽ അധിഷ്ഠിതമായ ബ്രഹ്മസമാജ പ്രവർത്തനം എന്ന അർത്ഥത്തിൽ. ഓക്കെ. കാരണം എന്താ പറയുക, വേദങ്ങളിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ വേദങ്ങളിലെ ഹിന്ദുമത വിശ്വാസപ്രകാരം അടിസ്ഥാന വേദങ്ങളാണല്ലോ. വേദങ്ങളില് അടിസ്ഥാന വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ചടങ്ങിനെ നമ്മൾ ഉപനയനം എന്നാണ് വിളിക്കുക. ഈ ഉപനയനത്തിന് വേണ്ടി ഹിന്ദുമതത്തിലെ ഒരു വ്യക്തി ഉപനയനത്തിന് തയ്യാറാവുകയാണെങ്കിൽ അദ്ദേഹം ഗുരുവിന്റെ വീട്ടിലെത്തിയാണ് പഠിക്കേണ്ടത്. ഗുരുവിന്റെ വീട് ചിലപ്പോൾ അകലെയായിരിക്കാം. അപ്പൊ വീട്ടിൽ നിന്ന് മാറി ഗുരുവിന്റെ അടുത്തായിരിക്കും. ഗുരുവിന്റെ അടുത്ത് പോയി പഠനം പൂർത്തിയാക്കിയിട്ട് മാത്രമേ തിരികെ വരാൻ കഴിയുകയുള്ളൂ. അപ്പോ പഠനം പൂർത്തിയാക്കി തിരികെ വരണമെങ്കിൽ ഒരു ബന്ധം വേണം എന്നതുകൊണ്ട് ഉപനയനം ആരംഭിക്കുന്നത് 7ാം വയസ്സിലാണ്. 7ാമത്തെ വയസ്സോട് 12ാം വയസ്സിനിടയിലാണ് ഉപനയനം. ഈ ഉപനയന ചടങ്ങുമായി ചേർന്നുകൊണ്ടാണ് സവർണജാതിയിൽപ്പെട്ട വിദ്യാഭ്യാസത്തിനായി യാത്ര തിരിക്കുന്ന കുട്ടിക്ക് അവിടെ തന്നെ വിവാഹം കഴിപ്പിക്കും. മനസ്സിലായോ? അപ്പൊ ഭാര്യ വീട്ടിലുണ്ടാവും, ഇദ്ദേഹം ഉപനയനം, അതായത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗുരുവിന്റെ അടുക്കൽ പോയി പഠിച്ചിട്ട് തിരികെ വരുന്നു. തിരികെ വരുന്ന ആരെ കാത്തിട്ടാണ്? ഭാര്യയെ കാത്തിട്ടാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉപനയനത്തിന് പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? വിവാഹം കഴിപ്പിക്കുമായിരുന്നു. ഓക്കെ. അപ്പൊ ഉപനയനത്തിന് പോവുകയാണ്. ആ സമയത്ത് അമ്മാവന്റെ സ്ഥാനത്തുള്ള വ്യക്തി വന്ന് ഇയാളെ വിളിച്ചിട്ട് അയാളുടെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അതാണ് രീതി. ഇന്നും അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ സമുദായത്തിൽ അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിൽ ഈ രീതിയാണ് വിവാഹ ചടങ്ങുകളിൽ അവലംബിക്കാറ്. അല്ലെ? അതായത് ഉപനയനം എന്ന സമ്പ്രദായവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ചടങ്ങുകൾ. നിങ്ങൾ ചിലപ്പോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലെ? ആദ്യം നമ്മുടെ വരൻ ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്നു. അതായത് എന്താണ്, സന്യാസം എന്നാണ് പറയുക. സന്യാസിന് പോകാൻ നിൽക്കുന്നു. ആ സമയത്ത് അമ്മാവൻ വന്നിട്ട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ആ ഒരു കാഴ്ചപ്പാട്. ഓക്കെ. അപ്പോ വേദസമാജത്തിലൂടെ എന്ത് ചെയ്യുന്നു? ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ വേദത്തിൽ അടിസ്ഥാനമായ സാമൂഹിക പരിഷ്കരണമാണ് ലക്ഷ്യം വെക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ശൈശവ വിവാഹം കേശവചന്ദ്രസന് മൗനാനുവാദം കൊടുക്കുന്നു. അങ്ങനെ കേശവചന്ദ്രസന് ശൈശവ വിവാഹത്തിന് മൗനാനുവാദം കൊടുത്തതാണ് ഇവിടെ പൊട്ടിത്തെറിക്ക് കാരണമായത്.
1866 ബ്രഹ്മസമാജത്തിൽ പൊട്ടിത്തെറിക്ക് കാരണമായതും ബ്രഹ്മസമാജം രണ്ടായി വിഭജിച്ചുകൊണ്ട് കേശവചന്ദ്ര സെൻ എന്താരംഭിക്കുന്നത്? ഭാരതീയ ബ്രഹ്മസമാജം അഥവാ നവവിധാൻ ബ്രഹ്മസമാജം ആരംഭിക്കുന്നത്. സെറ്റാണേ? ക്ലിയർ ആണ്? അപ്പോൾ വേദസമാജം ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് അടുത്ത സംഘടനകളിലേക്ക് പോകാം. വേദസമാജം 1864. സ്ഥാപകരാരൊക്കെ? ശ്രീധരലു നായിഡു കൂടാതെ കേശവചന്ദ്ര സെൻ, ആസ്ഥാനം മദ്രാസ്. ലക്ഷ്യം ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, വിഗ്രഹാരാധന എതിർക്കുക, ജാതി വ്യവസ്ഥയുടെയും പൗരോഹിത്യത്തിന്റെയും എതിർപ്പ്, സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. അടുത്ത് പറയുന്നു ദേവസമാജം. ദേവസമാജം ആരംഭിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രി. ശിവനാരായൺ അഗ്നിഹോത്രി. ആസ്ഥാനം എവിടെയാണ്? ലാഹോറാണ്. ഇവിടെ ദേവസമാജം എന്ന് പറയുമ്പോൾ തന്നെ ദേവനെ ആരാധിക്കുക എന്ന് ചിന്തിച്ചാൽ മതി. സെറ്റാണ്. ദേവനെ, ഈശ്വരനെ നമ്മൾ എപ്പോഴാണ് ആരാധിക്കുക? ആത്മാവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈശ്വരനെ ആരാധിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വര ആരാധനയെ അദ്വൈത സിദ്ധാന്തം എന്നാണ് നമ്മൾ വിളിക്കുക. ഈശ്വര ആരാധനയെ നമ്മൾ എന്താ വിളിക്കുക? അദ്വൈത സിദ്ധാന്തം. അദ്വൈതം. എന്താണ് അദ്വൈതം? ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തത് അഥവാ ഏകമായത്. ഏകമായത്. പരമാത്മാവും ജീവാത്മാവും ഒന്നാണ് എന്ന വിശ്വാസമാണ് അദ്വൈതം. അതായത് ദൈവത്തിൽ നിന്ന്, അതായത് പരമാത്മാവ് രൂപം കൊള്ളുന്നു, പരമാത്മാവ് ഭൂമിയിൽ അവതരിക്കുന്നു, ഭൂമിയിലെ ജീവചക്രം പൂർത്തിയാക്കി ജീവാത്മാവ് തിരികെ പരമാത്മാവിലേക്ക് എത്തിച്ചേരുന്നു. ഈ വിശ്വാസത്തെയാണ് അദ്വൈതം എന്ന് വിളിക്കുക. അതായത് സ്വർഗം നരകമൊക്കെ കൊണ്ട് ഈശ്വരനിൽ നിന്നാണ് ആത്മാവ് രൂപം കൊള്ളുക, തിരികെ ഭൂമിയിലെ ജീവചക്രം പൂർത്തിയാക്കി ആ ആത്മാവ് ഈശ്വരനിലേക്ക് തന്നെ എത്തിച്ചേരും. രണ്ടും ഒന്ന് തന്നെയാണെന്ന കാഴ്ചപ്പാട്. അതാണ് അദ്വൈതം. ഈ അദ്വൈതത്തെയാണ് നമ്മൾ ഈശ്വര ആരാധന എന്ന് നമ്മൾ പറയുക. ഓക്കെ. അപ്പോ നമ്മുടെ ദേവസമാജത്തിന്റെ ലക്ഷ്യം എന്താണ്? ആത്മാവിന്റെ നിത്യത. ആത്മാവിന്റെ നിത്യത, ഗുരുവിന്റെ പ്രാധാന്യം, ധാർമ്മിക പെരുമാറ്റം എന്നിവ പ്രചരിപ്പിക്കുക. അപ്പോ ദേവസമാജത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചും ഗുരുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ധാർമ്മിക പെരുമാറ്റത്തെക്കുറിച്ചും പഠിപ്പിക്കുക. കൂടാതെ കൈക്കൂലി, ചൂതാട്ടം, മാംസാഹാരം, മദ്യാസക്തി എന്നിവ എതിർക്കുകയും വേണം. ആത്മാവിന്റെ നിത്യത, ഗുരുവിന്റെ പ്രാധാന്യം, ധാർമ്മിക പെരുമാറ്റം എന്നിവ പ്രചരിപ്പിക്കുകയും കൈക്കൂലി, ചൂതാട്ടം, മാംസാഹാരം, മദ്യാസക്തി എന്നിവ എതിർക്കുകയും ചെയ്യുക എന്നതാണ് ദേവസമാജം. കാരണം എന്താ? കൈക്കൂലി, ചൂതാട്ടം, മാംസാഹാരം, മദ്യാസക്തി തുടങ്ങിയവ ആത്മാവിനെ മലിനമാക്കുന്നതാണ്. ആത്മാവിനെ മലിനമാക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം. കാരണം ഈ ആത്മാവ് തിരികെ പരമാത്മാവിലേക്ക് ചേരേണ്ടതാണ്. ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അദ്വൈതം. ഈ അദ്വൈതം ഇവിടെ മാത്രമല്ല, നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കേൾക്കും. അദ്വൈത സിദ്ധാന്തം ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ചത് ആദി ശങ്കരാചാര്യനായിരുന്നു. അദ്വൈത സിദ്ധാന്തത്തെ കുറിച്ച് ആദ്യമായി ഒരു ഗ്രന്ഥം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യരുടെ പരമഗുരുവായ ഗൗഡപാദരായിരുന്നു. ഗൗഡപാദർ അദ്വൈത സിദ്ധാന്തത്തെ കുറിച്ച് എഴുതിയ ഗ്രന്ഥത്തിന്റെ പേര് മാണ്ഡൂക്യകാരിക എന്നായിരുന്നു. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അതോടെ പറഞ്ഞുതരാം. PSC ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അദ്വൈത സിദ്ധാന്തത്തെ കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണടാ? മാണ്ഡൂക്യകാരിക. എന്താണ്? മാണ്ഡൂക്യകാരിക. ഈ മാണ്ഡൂക്യകാരിക എഴുതിയത് ആരാണ്? ഗൗഡപാദർ. ഗൗഡപാദർ എഴുതി വെച്ച അദ്വൈത സിദ്ധാന്തം എന്ന ആശയമാണ് ആര് പ്രചരിപ്പിക്കുന്നത്? ശങ്കരാചാര്യർ പ്രചരിപ്പിക്കുക. അതുകൊണ്ടാണ് ശങ്കരാചാര്യരെ നമ്മൾ ഹിന്ദുമതത്തിന്റെ അക്കീനാസ് എന്നൊക്കെ വിളിക്കുന്നത്. കേട്ടോ? ഓർമ്മിച്ചേക്കണേടാ. അപ്പോ ദേവസമാജം, ദേവനെ ചിന്തിക്കുന്നത് എപ്പോഴാണ്? ഈശ്വര വിചാരമുള്ളപ്പോഴാണ്. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ആത്മാവ് മരണശേഷം സ്വർഗത്തിലോ നരകത്തിലോ എത്തിച്ചേരും എന്ന വിശ്വാസമുള്ളവർ മാത്രമാണ് ഈശ്വരനെ ആരാധിക്കുക. ശരിയാണോ? അത് വെച്ച് ലിങ്ക് ചെയ്താൽ മതി. അപ്പോ ദേവസമാജം 1877 ആരംഭിച്ചതാരാ? ശിവനാരായണ അഗ്നിഹോത്രി. ആസ്ഥാനം എവിടെ? ലാഹോറാണ്. ലക്ഷ്യം ആത്മാവിന്റെ നിത്യതയും ഗുരുവിന്റെ പ്രാധാന്യം, ധാർമ്മിക പെരുമാറ്റം എന്നിവ പ്രചരിപ്പിക്കുക. കൂടാതെ ആത്മാവിന്റെ ശുദ്ധിക്ക് എതിർപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആത്മാവിന്റെ മലിനീകരണത്തിന് കാരണമാകുന്ന കൈക്കൂലി, ചൂതാട്ടം, മാംസാഹാരം, മദ്യാസക്തി എന്നിവ എതിർക്കുകയും ചെയ്യുക. സെറ്റാണേ? ഓക്കെ അല്ലേ? കുറച്ച് സംഘടനകൾ നമ്മൾ പഠിച്ചേ. ഓരോ സംഘടനയും ഓരോ സ്ലൈഡായിട്ട് അല്ലേ?
നമ്മൾ ഒരു 8-9 പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു സംഘടനയോടെ പഠിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി. ലിറ്റററി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വിദ്യാഭ്യാസമുണ്ട്. ശരിയല്ലേ? വിദ്യാഭ്യാസം. മുഹമ്മദൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് കഴിയും ഇസ്ലാം മത വിശ്വാസികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി. ആ വാക്കിൽ തന്നെ കിട്ടും. ചിന്തിച്ചു നോക്കിയേ. മുഹമ്മദൻ, അതായത് മുഹമ്മദിന്റെ പിൻഗാമികൾ, അല്ലെ? മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി. ലിറ്റററി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം. സിമ്പിൾ. അപ്പൊ മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി ആരംഭിച്ചത് 1863. ആരാരംഭിക്കുക? നവാബ് അബ്ദുൽ ലത്തീഫ്. നമ്മുടെ ധാക്കയിലെ നവാബായിരുന്നു കേട്ടോ. ധാക്കയിലെ നവാബായ അബ്ദുൽ ലത്തീഫ് ആണ് എന്താരംഭിക്കുന്നത്? മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി. വാക്ക് ലിറ്റററി സൊസൈറ്റി. മുസ്ലിങ്ങളുടെ സാഹിത്യ സമൂഹമായിരുന്നു ഈ മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി. ആസ്ഥാനം എവിടെയാണ്? കൽക്കട്ടയാണ്. ലക്ഷ്യം മുസ്ലിം യുവാക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുക. ശരിയല്ലേ? മുസ്ലിം യുവാക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആരംഭിച്ച സംഘടന ആയതുകൊണ്ട് അതിനെന്തെന്ന് പേരിട്ടു? മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി എന്ന് പേരിട്ടു. ഈ 1863 നവാബ് അബ്ദുൽ ലത്തീഫ് ആരംഭിച്ച മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി പിൽക്കാലത്ത് എന്ത് പേരിലാണ് അറിയപ്പെടുക? മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൽക്കട്ട എന്ന് പുനഃസംഘടിപ്പിച്ചു. ഏത് വർഷം പുനഃസംഘടിപ്പിക്കുന്നേ? 1930. ഇങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ വരും, അലിഗഡ് സൊസൈറ്റി ആണോ സാറേ ഇത്? അല്ല, അലിഗഡ് സൊസൈറ്റി നമ്മൾ പഠിച്ചില്ല. അലിഗഡ് സൊസൈറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അലിഗഡ് സൊസൈറ്റി ആരംഭിക്കുന്നത് 1875. 1875. ആ 1875 അലിഗഡ് എന്ന സ്ഥലത്ത് ആരംഭിച്ച അലിഗഡ് സൊസൈറ്റി ആണ് പിന്നീട് എന്തായിട്ട് മാറുക? മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആയിട്ട്. പിന്നീട് മുസ്ലിം സർവകലാശാലയായിട്ടൊക്കെ മാറുക. ഇതെന്താണ്? മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി. അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാനിത് പഠിപ്പിച്ചിട്ട് വിടുന്നത്. ഇത് നിങ്ങൾ പഠിച്ച് സെറ്റായിട്ട് വന്നാൽ അത് പഠിക്കുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി എന്നാരംഭിച്ചേ? 1863. ആരാ സ്ഥാപിച്ചേ? നവാബ് അബ്ദുൽ ലത്തീഫ്. ആസ്ഥാനം എവിടെയാണ്? കൽക്കട്ടയാണ്. എന്താണിത്? മുസ്ലിങ്ങളുടെ ഒരു സാഹിത്യ സമൂഹം എന്ന പേരിലാണ് അറിയപ്പെടുക. ലക്ഷ്യമെന്ന് പറയുന്നത് മുസ്ലിം യുവാക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുക. ഈ മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി 1930 പുനഃസംഘടിപ്പിക്കപ്പെട്ടു. തുടർന്ന് എന്ത് പേരിൽ അറിയപ്പെട്ടു? മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൽക്കട്ട എന്നറിയപ്പെട്ടു. മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൽക്കട്ട. സെറ്റാണ്. പൂർണ്ണമായിട്ട് നമ്മളിന്ന് പഠിച്ച സംഘടനകൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? നമ്മളിന്ന് എത്ര സംഘടനയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? തത്വബോധന സഭ പഠിച്ചു, സാധാരണ ബ്രഹ്മസമാജം പഠിച്ചു, ധർമ്മസഭ പഠിച്ചു, ഭൂടമ പ്രസ്ഥാനം പഠിച്ചു, ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി പഠിച്ചു, പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ പഠിച്ചു, വേദസമാജം പഠിച്ചു, ദേവസമാജം പഠിച്ചു, പിന്നെ മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി. ഒരു 9 സംഘടനകൾ. ഈ 9 സംഘടനകൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. സെറ്റാണേ. ഇത് ഇത്രയും പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഇനി നമുക്ക് കുറേ സംഘടനകൾ പഠിക്കാനുണ്ട്. PSC അത്രത്തോളം പ്രാധാന്യമാണ് ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ചോദിക്കുന്നത്. 2025 ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, പ്രാധാന്യത്തോടെ നമുക്ക് പഠിക്കാം. സാമൂഹിക പരിഷ്കരണം ഈ 2ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു. അഡീഷണൽ ഫാക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്യാം. സെറ്റാണേ. തത്വബോധിനി സഭ. തത്വബോധിനി സഭ ആരംഭിച്ചത് 1839. ആദ്യ പേരെന്താ? തത്വരഞ്ജിനി സഭ. വിശേഷണം സത്യാന്വേഷണികളുടെ സഭ. സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോറാണ്. ആസ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ. ലക്ഷ്യം രാജാറാം മോഹൻ റോയുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് പറയാം, ഏക ദൈവവിശ്വാസം പ്രചരിപ്പിക്കുക. ഇദ്ദേഹം തത്വബോധിനി സഭ എന്ന സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഒരു മാസിക ആരംഭിച്ചു. ആ മാസികയുടെ പേരാണ് എന്ത് പേരിൽ അറിയപ്പെടുക? തത്വബോധിനി പത്രിക. ഈ തത്വബോധിനി പത്രിക ആരംഭിച്ചത് 1843 ഈ തത്വബോധിനി പത്രിക നമ്മുടെ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മകനായ രവീന്ദ്രനാഥ ടാഗോർ ഏറ്റെടുത്തു. തുടർന്ന് രവീന്ദ്രനാഥ ടാഗോർ 1911 ജോർജ് രാജാവ് ഇന്ത്യ സന്ദർശിച്ച വേളയിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവാനായി എഴുതിയ ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചതും ഈ തത്വബോധിനി പത്രികയിൽ തന്നെ. ആ ജനഗണമനയാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ച് കൃത്യമായി വിവരിക്കുന്ന കൃതി ആയതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതിനെന്താക്കി മാറ്റി? ഇന്ത്യയുടെ ദേശീയ ഗാനമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ശരിയല്ലേ? ഈ തത്വബോധിനി സഭ 1859
രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജത്തിൽ ലയിച്ചു. സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചത് 1878. സ്ഥാപകർ ആനന്ദ മോഹൻ ബോസും ശിവനാഥ ശാസ്ത്രികളും. ആസ്ഥാനം കൽക്കട്ടയാണ്. ലക്ഷ്യം ഉപനിഷത്തുകൾ പ്രചരിപ്പിക്കുക, ആത്മീയതയിൽ അധിഷ്ഠിതമായ സാമൂഹിക പരിഷ്കരണം. പ്രാചീന ഗ്രന്ഥങ്ങളിൽ ജീവിത വിജയത്തിനാവശ്യമായ ഉപദേശങ്ങൾ രേഖപ്പെടുത്തിയിരുന്ന ഒരു ഗ്രന്ഥമായിരുന്നു ഉപനിഷത്തുകൾ. എത്ര ഉപനിഷത്തുണ്ട്? 108 ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്തിൽ ഉപദേശങ്ങളാണ് എന്ന ധാരണയിൽ അതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? വേദാന്തങ്ങൾ. വേദങ്ങൾ എന്നല്ല, വേദാന്തങ്ങൾ എന്ന് പറയാറുണ്ട്. ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഗുരുവിന്റെ സമീപത്തിരിക്കുക, ഗുരു പറയുന്നത് കേൾക്കുക എന്നർത്ഥം. ഉപനിഷത്തുകളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരായിരുന്നു? സ്വാമി വിവേകാനന്ദനും. ധർമ്മസഭ രാജാറാം മോഹൻ റോയിയെ പ്രത്യക്ഷത്തിൽ എതിർത്ത, രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജത്തെയും ആത്മീയ സഭയെയും പ്രത്യക്ഷത്തിൽ എതിർത്ത സംഘടനയാണ് ധർമ്മസഭ എന്ന് പറയുക. ധർമ്മസഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് രാധാകാന്തദേവാണ്. രൂപീകരിച്ചത് 1830. ലക്ഷ്യം ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കുന്ന ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുക. ബ്രഹ്മസമാജത്തിന്റെയും മറ്റ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ചെറുക്കുക. സതി നിരോധനത്തെ എതിർത്ത ദേശീയ നേതാവെന്ന് ചോദിച്ചാൽ രാധാകാന്തദേവാണ്. സതി നിരോധനത്തെ അനുകൂലിച്ച വ്യക്തിയാരാണ്? രാജാറാം മോഹൻ റോയ്. സതി നിരോധനം നടപ്പിലാക്കിയാരാണ്? വില്യം ബെന്റിക്കാണ്. 1829 ഡിസംബർ 4. നമ്മൾ ആൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞു. 1886 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയതാര? ഡൽഹൌസി പ്രഭു. ആരുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടെ. എന്നാൽ ആ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം എതിർത്ത വ്യക്തിത്വമാണ് ആര്? രാധാകാന്തദേവും അദ്ദേഹത്തിന്റെ സംഘടനയായ ധർമ്മസഭയും. ഈ എതിർപ്പ് കാരണമാണ് 1857 കാനിങ് പ്രഭു എന്ത് ചെയ്യുന്നത്? അതിലൊരു ഭേദഗതി വരുത്തുന്നത്. 1857 കാനിങ് പ്രഭു ഹിന്ദു വിധവ പുനർവിവാഹ ഭേദഗതി നിയമം പാസാക്കി. ശരിയാണ്. ഗഡ്. അപ്പൊ അത്രയും ഹോൾഡ് ഉണ്ടായിരുന്നു അല്ലെ ബ്രിട്ടീഷുകാരുടെ രാധാകാന്തദേവിന്? തീർച്ചയായിട്ടും. അടുത്ത നമ്മൾ പറയുന്നു ഭൂവുടമ പ്രസ്ഥാനം. ഭൂവുടമ പ്രസ്ഥാനം 1838. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഭൂവുടമ പ്രസ്ഥാനം. ആദ്യ പേര് അല്ലെങ്കിൽ ആദ്യകാലത്ത് അറിയപ്പെട്ടത് അല്ലെങ്കിൽ മുൻഗാമി എന്ന് പറയുന്നത് സെമീന്ദാരി അസോസിയേഷനാണ്. ഈ സെമീന്ദാരി അസോസിയേഷൻ 1830 ആരംഭിക്കുക. അതിനെ ഭൂവുടമ പ്രസ്ഥാനം എന്ന് പുനഃസംഘടിപ്പിക്കുന്നത് എന്നായിരുന്നു 1838. സ്ഥാപകൻ എന്ന് പറയുന്നത് വൻകിട ജന്മിയായ, വൻകിട സെമീന്ദാറായ, സമ്പന്നനായ സെമീന്ദാറായ ദോരകാനാഥ ടാഗോർ. ആസ്ഥാനം കൽക്കട്ടയുമായിരുന്നു. ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് 1843. ആസ്ഥാനം കൽക്കട്ടയാണ്. ലക്ഷ്യം ബ്രിട്ടീഷുകാരോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പാക്കുക. സ്ഥാപകൻ ദോരകാനാഥ ടാഗോർ കൂടാതെ ജോർജ് തോംസൺ, ചന്ദ്രമോഹൻ ചാറ്റർജി. ഇതേ കാഴ്ചപ്പാടോടുകൂടി പിൽക്കാലത്ത് രൂപീകരിച്ച സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിവിടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. അടുത്ത് പറയുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. 1838 ആരംഭിച്ച ഭൂവുടമ പ്രസ്ഥാനവും 1843 തുടക്കം കുറിച്ച ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. അതിന്റെ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത് ധർമ്മസഭയുടെ സ്ഥാപകനായ രാധാകാന്തദേവാണ്. സെക്രട്ടറി ദേവേന്ദ്രനാഥ ടാഗോർ, ദോരകനാഥ ടാഗോറിന്റെ മകൻ. ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ആരംഭിച്ച പത്രമായിരുന്നു ഹിന്ദു പാട്രിയോട്ട്, അതായത് ഇന്ത്യയിലെ ദേശസ്നേഹം എന്നൊക്കെ അർത്ഥത്തിൽ. ആ ഹിന്ദു പാട്രിയോട്ട് എന്ന പത്രത്തിന്റെ എഡിറ്റർ എന്ന് പറയുന്നത് ഹരീഷ് ചന്ദ്ര മുഖോപാധ്യായാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത് 1851. അതിന്റെ പ്രസിഡന്റ് രാധാകാന്തദേവും സെക്രട്ടറി ദേവേന്ദ്രനാഥ് ടാഗോർ. അതേ സാമ്യമുള്ള മറ്റ് രണ്ട് സംഘടനകളും നമ്മൾ പഠിച്ചു അല്ലെ. 1866 ലണ്ടൻ ആസ്ഥാനമാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ അഥവാ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരംഭിച്ചത് ദാദാഭായ് നവറോജി. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഒരു സംഘടന ആരംഭിച്ചു എന്നർത്ഥത്തിൽ. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്കകത്ത് ആദ്യമായി ഒരു സംഘടന ആരംഭിച്ച ഇന്ത്യക്കാരനാണ് സുരേന്ദ്രനാഥ് ബാനർജി. അതിന്റെ പേര് ഇന്ത്യൻ അസോസിയേഷൻ, ആരംഭിച്ചത് 1876 കൽക്കട്ടയിൽ. അതുകൊണ്ട് സുരേന്ദ്രനാഥ് ബാനർജിയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിളിക്കും. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് സുരേന്ദ്രനാഥ് ബാനർജി, രണ്ട് ദാദാഭായ് നവറോജി. മനസ്സിലുണ്ടാവണം. എന്നാൽ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പഠിച്ചിരുന്നു. അടുത്ത നമ്മൾ പറയുന്നു വേദസമാജം 1864. സ്ഥാപകർ ശ്രീധരലി നായിഡുവും കേശവചന്ദ്രസനും. ആസ്ഥാനം മദ്രാസാണ്. വേദസമാജം അതിൽ തന്നെയുണ്ട് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഫോളോ ചെയ്യുക, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, വിഗ്രഹാരാധന എതിർക്കുക,
ജാതി വ്യവസ്ഥയെയും പൗരോഹിത്യത്തിന്റെയും എതിർപ്പ്, സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. അടുത്ത് പറയുന്നു ദേവസമാജം. ദേവനെ ആരാധിക്കുന്നത് ഈശ്വരവിശ്വാസം ഉള്ളപ്പോഴാണ്. ഈശ്വരനിൽ നിന്ന് ആത്മാവ് രൂപം കൊള്ളുന്നുവെന്നും ആത്മാവ് ഭൂമിയിലെ ജീവിതം പൂർത്തിയാക്കി ഈശ്വരനിൽ എത്തിച്ചേരുന്നു എന്ന കാഴ്ചപ്പാട്, അതാണ് അദ്വൈതം എന്ന് പറയുക, അല്ലെ? അപ്പോ ദേവസമാജം ആരംഭിച്ചത് 1887. സ്ഥാപകൻ ശിവനാരായൺ അഗ്നിഹോത്രി. ആസ്ഥാനം ലാഹോർ ആണ്. ലക്ഷ്യം ആത്മാവിന്റെ നിത്യത, ഗുരുവിന്റെ പ്രാധാന്യം, ധാർമ്മിക പെരുമാറ്റം എന്നിവ പ്രചരിപ്പിക്കുക. ആത്മാവിനെ മലിനമാക്കുന്ന ഏതൊരു പ്രവൃത്തിയെയും എതിർക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ കൈക്കൂലി, ചൂതാട്ടം, മാംസാഹാരം, മദ്യാസക്തി എന്നിവ എതിർക്കുക. ഈശ്വര ചിന്ത ആണ് അദ്വൈതം എന്ന് പറയുക. ആത്മാവിനെ കുറിച്ചുള്ള ആശയമാണ് അദ്വൈതം എന്ന് പറയുക. അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഗ്രന്ഥം അല്ലെങ്കിൽ ആദ്യ ഗ്രന്ഥം എന്ന് പറയുന്നത് മാണ്ഡൂക്യകാരികയാണ്. ഈ മാണ്ഡൂക്യകാരിക എഴുതിയത് ആരായിരുന്നു? ഗൗഡപാദർ ആയിരുന്നു. ഗൗഡപാദരുടെ ശിഷ്യനാണ് ഗോവിന്ദപാദർ. ആ ഗോവിന്ദപാദരുടെ ശിഷ്യനായിരുന്നു ശങ്കരാചാര്യർ. ഇന്ത്യ ഒട്ടാകെ അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചത് ആരായിരുന്നടാ? ശങ്കരാചാര്യരായിരുന്നു. അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചത് ആരായിരുന്നു? ആദിശങ്കരൻ അല്ലെങ്കിൽ ശങ്കരാചാര്യരായിരുന്നു. ആദിശങ്കരൻ എന്ന് നമ്മൾ പറയുക. കാരണം ശങ്കരാചാര്യരുടെ പിൻഗാമികളും ശങ്കരാചാര്യർ എന്ന പേര് തന്നെയാണ് സ്വീകരിക്കുക. അതുകൊണ്ട് യഥാർത്ഥ ശങ്കരാചാര്യൻ നമ്മൾ എന്ത് വിളിക്കും? ആദിശങ്കരൻ എന്നാണ് വിളിക്കുക. അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചതുകൊണ്ട് ആദിശങ്കരനെ അഥവാ ശങ്കരാചാര്യരെ എന്തെന്ന് വിളിക്കാറുണ്ട്? ഹിന്ദുമതത്തിന്റെ അക്കീനാസ് എന്ന് വിളിക്കും. ഹിന്ദുമതത്തിന്റെ അക്കീനാസ് എന്ന് വിളിക്കുന്നു. ഇപ്പൊ ഹിന്ദുമതത്തിന്റെ അക്കീനാസ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആദിശങ്കരൻ അഥവാ ശങ്കരാചാര്യർ. അടിസ്ഥാന പ്രമാണങ്ങൾ പ്രചരിപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി. സ്ഥാപിച്ചത് 1863 നവാബ് അബ്ദുൽ ലത്തീഫ്. ആസ്ഥാനം കൽക്കട്ടയാണ്. മുസ്ലിങ്ങളുടെ സാഹിത്യ സമൂഹമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുക. എന്തായിരുന്നു ലക്ഷ്യം? മുസ്ലിം യുവാക്കൾക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസം അഥവാ ആധുനിക വിദ്യാഭ്യാസം അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുക. ഈ മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി പുനഃസംഘടിപ്പിച്ചുകൊണ്ടാണ് 1930 മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൽക്കട്ട സ്ഥാപിക്കുന്നത്. മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൽക്കട്ട സ്ഥാപിക്കുക. സെറ്റാണ്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, ഇത്രയും കൃത്യമായി പഠിക്കുക. നവോത്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പരിഷ്കരണത്തിന്റെ 2ാമത്തെ ക്ലാസ് ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് തുടർന്ന് പഠിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഇത്രയും കൃത്യമായി പഠിച്ച് മാത്രം മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റു ചില സാമൂഹിക പരിഷ്കരണ സംഘടനകളുമായി. ഇന്ന് നമ്മൾ മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയാണ് അവസാനിപ്പിച്ചത്, അല്ലെ? എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു അലിഗഡ് പ്രസ്ഥാനം നിങ്ങളുടെ മനസ്സിൽ വരും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുക എന്നല്ലേ? തീർച്ചയായിട്ടും അലിഗഡ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. അദ്ദേഹത്തിന്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു വ്യക്തിയായ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ചും അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുറപ്പിക്കും. അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതി കുറച്ച് വിശേഷണങ്ങളൊക്കെ ഉണ്ട്. ആ വിശേഷണങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങളുമായി സാമ്യമുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചിട്ട് വരിക. നമുക്ക് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.